ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഒരു ബേക്കിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, ഒരു ട്യൂട്ടോറിയൽ. എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് റോസസ് ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് റോസസ് ഉണ്ടാക്കാൻ അത്യാവശ്യം വേണ്ടതായിട്ടുള്ളത് ഒന്ന് നോസിലാണ്. നമ്മൾ റോസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നോസിൽ. ഇത് വിൽട്ടൺ 104 ആണ് ഇതിൻ്റെ നമ്പർ. ഈ നോസിലിൻ്റെ നമ്പർ വിൽട്ടണിലാണെങ്കിൽ 104. ഇത് തന്നെ റഷ്യൻ പൈപ്പിംഗ് ടിപ്പിലാണെങ്കിൽ 11 വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫ്ലവർ നെയിലാണ്. ഇത് ഫ്ലവർ നെയിൽ ഇല്ലെങ്കിൽ ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് സാധാരണ ബേക്കറിക്കാരൊക്കെ നാടൻ ഭാഷയിൽ പറയുന്നത് കുട എന്നാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സിസറാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് ഫോർക്ക് ഉപയോഗിക്കുന്നവരും ഉണ്ട്. സാധാരണ ഒരു സിസർ മതി, ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല. സാധാരണ ഒരു കത്രിക വെച്ചിട്ടാണ് നമ്മളിത് ഫ്ലവർ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പൈപ്പിംഗ് ബാഗ്സ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഫ്ലവർ നെയിൽ ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കുറഞ്ഞ വിലയുള്ള വാങ്ങിക്കാൻ, എന്നാലും ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങ് അവൈലബിൾ അല്ല ഇത്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലൊന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കോയിന്, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോയിന്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 2 രൂപയുടെ കോയിനാണ്. പിന്നെ കുറച്ച് ഒരു ചെറിയ പീസ് അലുമിനിയം ഫോയിൽ. ഇനി നമ്മൾ ഈ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഈ കോയിന് വെച്ച് കൊടുക്കുക. നമ്മൾ എടുത്തിട്ടുള്ള അലുമിനിയം ഫോയിലിൻ്റെ സെൻറ്ററിലായിട്ട്. ഇനി ഇതെല്ലാ വശത്തുനിന്നും ആ കോയിനെ സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് മുകളിലേക്കാക്കി ആ കോയിന് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇപ്പോൾ കോയിൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി കോയിൻ്റെ കോയിൻ അതിൻ്റെ സെൻറ്ററിലായിട്ട് വന്നിട്ടുള്ള കോയിൻ്റെ എൻഡൊക്കെ ഉണ്ടല്ലോ, സൈഡ് ഭാഗം, അതൊക്കെ നന്നായി ഒന്ന് സ്മൂത്താക്കി കൊടുക്കുക നമ്മൾ കൈ വെച്ചിട്ട് തന്നെ. അപ്പോൾ കോയിൻ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ നിൽക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ ബാക്കിലേക്ക് പിടിച്ചിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ഫ്ലവർ നെയിലിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ നെയിലായി മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള റോസസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് നമ്മളുടെ പെറ്റൽ ടിപ്പ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ എൻഡൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളെ ടിപ്പ് പുറത്ത് വരുന്ന അത്രയും കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുറച്ച് ക്രീം ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് പ്രസ് ചെയ്ത് ബാഗ് റെഡിയാക്കിയിട്ട് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ കാണിക്കുന്നത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഫ്ലവർ നെയിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ക്രീം ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ അപ്ലൈ ചെയ്തിട്ടുള്ള ക്രീമിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്ലവർ റോസ് വെക്കുന്നത്. അത് ഏത് ഫ്ലവർ തയ്യാറാക്കുകയാണെങ്കിലും ഇതുപോലെ കുറച്ച് ബേസായിട്ട് കുറച്ച് ക്രീം വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്ലവർ തയ്യാറാക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വരുന്ന പോർഷനാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോസിൽ പിടിക്കേണ്ടത് അതിൻ്റെ നാരോ എൻഡ് മുകളിലേക്കും അതുപോലെ തന്നെ വൈഡ് എൻഡ് താഴേക്കുമായിട്ടാണ്. എന്നിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ആ ക്രീമിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് അതിൻ്റെ എൻഡ് താഴേക്ക് ഇതുപോലെ വലിച്ചെടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് പെറ്റൽ വരയ്ക്കാൻ പോവുകയാണ്. അത് വരച്ചെടുക്കുന്നത് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക്, അതായത് മലയാളത്തിലെ റ എന്ന അക്ഷരം എഴുതുന്നത് പോലെ ഒന്ന് ക്രീം നോസിലൊന്ന് ചലിപ്പിച്ചിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ പെറ്റൽ നമ്മൾ എവിടെയാണോ ആ റ നിർത്തിയത് അതിൻ്റെ കുറച്ച് മുൻപ് നന്നായിട്ട് തുടങ്ങിയിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു ചുറ്റ് അല്ലെങ്കിൽ ആ ഒരു റോ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സെക്കൻഡ് റോ ചെയ്യുന്ന സമയത്ത് നമ്മൾ
പൈപ്പിംഗ് ബാഗ് അല്ലെങ്കിൽ നമ്മുടെ നോസിലൊന്ന് അല്പം പുറത്തേക്കൊന്ന് ചരിച്ച് വെച്ചിട്ട് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ റോസ് കുറച്ചുകൂടെ ഒന്ന് വിടർന്ന് നിൽക്കും. നാരോ എൻഡ് പുറത്തേക്കായിട്ട് വരുന്ന രീതിയിലൊന്ന് ചരിച്ച് കൊടുക്കുക നമ്മളെ പൈപ്പിംഗ് ബാഗ്. അപ്പം കുറച്ചുകൂടെ വിടർന്ന് നിൽക്കും. ഏറ്റവും അവസാനം നമുക്ക് എത്രയാണോ പെറ്റൽസ് വേണ്ടത് അത് വരച്ചതിന് ശേഷം ഒന്ന് അടിവശത്ത് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇത് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സിസർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് നൈഫോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്നങ്ങ് നീക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറ്റും. കുറേ പ്രാവശ്യം ചെയ്ത എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാതെ തന്നെ സിസറൊന്ന് വെച്ച് തന്നെ നമുക്ക് വെക്കാൻ പറ്റും. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവർ നെയിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. സെയിം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ കോയിൻ ആയതുകൊണ്ട് അത്രയും വലിയൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിന് ഈ കോയിന് പകരം കുറച്ച് കാർഡ്ബോർഡൊക്കെ വെട്ടിയെടുത്തിട്ട് കുറച്ച് റൗണ്ടിലാക്കി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി വലിയ റോസസ് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ സിസറിന് പകരം ഫോർക്ക്, നമ്മൾ സാധാരണ ഫുഡൊക്കെ കഴിക്കാനൊക്കെ എടുക്കുന്ന ഫോർക്ക് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഇത് നെയിലിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ക്രീം തെന്നി നീങ്ങി കളിക്കും. അപ്പോൾ ഏത് ഭാഗത്തേക്കാണോ തെന്നി വരുന്നത് ആ ഭാഗത്ത് ഫോർക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെയിലൊന്ന് ചെരിച്ച് കൊടുത്താൽ ഫോർക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്ലവർ അങ്ങ് നീങ്ങി വരും. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് ഇതിന് കേക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഫ്ലവർ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരൊറ്റ ട്രിക്കേ ഉള്ളൂ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പെർഫെക്ഷൻ കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.